നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. മക്കളെടാ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന 10th ലെവൽ അല്ലെങ്കിൽ 7th ലെവൽ ക്വാളിഫിക്കേഷനിലുള്ള ഏറ്റവും കൂടുതൽ നിയമനം നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു എക്സാമിനെ പറ്റിയാണ് ചർച്ച ചെയ്യുക. മുൻവർഷ കട്ട് ഓഫ് എത്രയാണ്, ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾ ഏത് രീതിയിൽ പെർഫോം ചെയ്യണം, എത്ര മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റുമെന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്പനി ബോർഡ് LGS മാത്രമല്ല, അവിടെ VFA ഉണ്ട്, അതേപോലെ തന്നെ ബെപ്കോ LD ഉണ്ട്. ഈ പോസ്റ്റുകളൊക്കെ ഈ ഒരു വർഷം അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുൻപ് അല്ലെങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 609/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ്. ശരിയല്ലേ? അപ്പൊ ഈ 609/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം തുടർന്ന് വന്ന സമയങ്ങളിൽ എക്സാം നടക്കുകയും നിലവിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഇത് LGS പോസ്റ്റ് ആണ്, നമുക്കറിയാം 7th ക്വാളിഫിക്കേഷൻ ആണ്. എന്നാൽ ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേരിയസ് LGS ഒക്കെ ആണെങ്കിൽ അവിടെ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ കഴിയില്ല, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. 7ാം ക്ലാസ് യോഗ്യത മിനിമം ഉള്ള ഡിഗ്രി ഉള്ളവരാണെങ്കിലും, നിങ്ങൾ PG ഉള്ളവരാണോ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടോ പ്രശ്നമൊന്നുമില്ല, ഏത് പോസ്റ്റിലുള്ള ആളാണെങ്കിലും 7th ക്വാളിഫൈഡ് ആണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇനി നോക്കിയടാ, ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ ഓരോ കോർപ്പറേഷനുകൾ അവരുടെ ലാഭവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് തരിക. കുഴപ്പമില്ല. വേക്കൻസീസ് എത്രയാണെന്ന് ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. നമുക്ക് നോക്കാം. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. 609/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നു. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 12/1/2024 ക്ലിയർ ആണോ? 12/1/2024 നോക്കിയടാ. 12/1/2024 ആണ് എങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണ്? അത് 3 വർഷമല്ലേ? 3 വർഷം. അങ്ങനെയാണെങ്കിൽ 2025, 2026, 2027 1 മാസം 11 തീയതി അല്ലെ? ജനുവരി മാസം 11 തീയതി 2027 വരെ കമ്പനി ബോർഡ് LGSന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇത് 2025 പകുതിയാണ്. 1.5 വർഷം പൂർത്തിയായിട്ടുണ്ട്. ഇനിയും 1.5 വർഷം കൂടി പെൻഡിങ് ഉണ്ട്. അടുത്ത നോട്ടിഫിക്കേഷൻ, ഈ ഒരു എക്സാം 2017 കംപ്ലീറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഉറപ്പായിട്ടും 2026 എക്സാം നടക്കേണ്ടതുണ്ട് അല്ലെ? 2027 കംപ്ലീറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും 2026 കൂടി എക്സാമുകളൊക്കെ നടക്കണം. അപ്പൊ ഈ വർഷം തന്നെ 2025 ലാസ്റ്റോട് കൂടി തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ 2025 ലാസ്റ്റോട് കൂടി തന്നെ എന്ത് വരും? പുതിയൊരു നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം 2026 പരീക്ഷ നടക്കും. 2027 ജനുവരി മാസം 11 തീയതിയോടുകൂടി എന്ത് വരും? റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ക്ലിയർ ആണല്ലോ? കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ മക്കളുടെ? ഇവിടെ എനിക്ക് പറയാനുണ്ട്, മുൻ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ്? 76.67 ആണ്. 76.67 ആണ് കട്ട് ഓഫ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മക്കളെ. ഈ ഒരു കട്ട് ഓഫ്, അതായത് 76.67 എന്ന് പറയുന്ന കട്ട് ഓഫ് പ്രകാരം അന്ന് മെയിൻ ലിസ്റ്റിലുള്ളത് 4038 പേരാണ്. ഓക്കെ, ഈ റാങ്ക് ലിസ്റ്റിൽ നിലവിലുള്ളത് 4038 പേരാണ്. ആകെ 8213 പേര് ഈ റാങ്ക് ലിസ്റ്റിലുണ്ട്. 8213. അതിൽ 4038 പേര് എവിടെയാണ്? മെയിൻ ലിസ്റ്റിലാണുള്ളത്. അപ്പൊ മെയിൻ ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ നിലവിലത്തെ നിയമനമൊക്കെ നോക്കുന്നത് എങ്കിൽ നോക്കിയടാ, 2207 പേർ മെയിൻ ലിസ്റ്റ് വെച്ചാണ് എങ്കിൽ 2207 പേർക്ക് നിലവിൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. 1.5 വർഷമേ ആയിട്ടുള്ളൂ. ഇനിയും ഒരു 1.5 വർഷം കൂടി സമയമുണ്ട്. ഇനിയും ധാരാളം അഡ്വൈസുകൾ ഇവിടെ പോകാനുണ്ട്. LGS എക്സാമിന് പോകാനുണ്ട്. അപ്പൊ ഏതാണ്ട് 3000-ലധികം അഡ്വൈസുകൾ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് LGS. പഠിച്ചാൽ ജോലി കിട്ടുന്ന നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോലി അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാം നിങ്ങളുടെ ഗവൺമെന്റ് സർവീസിന്റെ ഒരു ചുവടുപടിയായിട്ട് മാറാൻ പോകുന്ന ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങുക. മുൻവർഷ കട്ട് ഓഫ് 76 ആണ്. അപ്പൊ ആ ഒരു കട്ട് ഓഫിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങളുടെ മുൻപിലുണ്ട്. ഇപ്പൊ 76 ഉണ്ട് കട്ട് ഓഫ്, എനിക്ക് പറ്റുമെന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കാരണം 2026 എക്സാം വരാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു വർഷത്തിനടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടും.
1 വർഷത്തിനടുത്തേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കട്ട് ഓഫിനെയൊക്കെ ക്രാക്ക് ചെയ്ത്, ഈ ഒരു കട്ട് ഓഫ് വരുമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ എണ്ണവും മറ്റു കാര്യങ്ങളും, എത്ര പേര് അപ്ലൈ ചെയ്തു, ഏത് ലെവലാണ് മറ്റേ എക്സാമിൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും മക്കളെ, നിങ്ങൾക്ക് 1 വർഷത്തിനടുത്ത് സമയമുണ്ട്. അടിപൊളിയായിട്ട് പഠിച്ചു കയറി പോകാനായിട്ടുള്ള സമയമുണ്ട്. ആ ഒരു സമയത്തെ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രയോജനപ്പെടുത്തുക. അപ്പൊ നിലവിൽ 2207 വേക്കൻസികളാണ് പോയിട്ടുള്ളത്. ഏതാണ്ട് 4000-ഓളം പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ അതിന്റെ ഏതാണ്ട് പകുതിയോടടുത്ത് അഡ്വൈസുകൾ നടന്നിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, റാങ്ക് ലിസ്റ്റ് മുഴുവനല്ല. ഓക്കെ, ഇനി നോക്കിയടാ, ഇതിലെ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ OC 1816, ഫീമെയിൽ ആണെങ്കിലോ 1712 പോയിട്ടുണ്ട്. EWS 1824, ദെൻ ഫീമെയിൽ ആണെങ്കിൽ 1719 പോയിട്ടുണ്ട്. ദെൻ ഈഴവയാണെങ്കിൽ OC വരെ പോയി, 1715 പോയി. അപ്പൊ അങ്ങനെ ഒരു നല്ല നിയമനം എന്ത് ചെയ്യുന്നു നടക്കുന്നുണ്ട്. ഇപ്പൊ SC ഒക്കെ ആണെങ്കിൽ നോക്കിയടാ, SC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 58, 53 ഒക്കെ പോയി. ദെൻ ST ആണെങ്കിലോ 117, 73 ഒക്കെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോയി. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താൽ, നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. ഈ ഒരു എക്സാമിന് വേണ്ടി ഒരു ലോങ് ടൈമിലേക്കുള്ള സ്റ്റഡി നിങ്ങൾക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് മക്കളെ, നമ്മൾ 3350 രൂപയ്ക്ക് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ ഒരു 150 സ്റ്റുഡൻസിനാണ് നമ്മൾ 3350 രൂപയ്ക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക. ഈ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. 3000-ലധികം നിയമനങ്ങൾ നടക്കുന്ന, പഠിച്ചാൽ ജോലി അഷ്വർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു അവസരം എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ്സാക്കരുത്. എത്രയും വേഗം 8281 223366 നമ്പറിലേക്ക് ബന്ധപ്പെടുക കേട്ടോ. 8281 223366 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ബന്ധപ്പെടുക. അടിപൊളിയായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് ജോലിയിലേക്ക് കയറാം. താങ്ക് യു സോ മച്ച്.